കൂട്ടുകാരെ, നമുക്കൊരു കഥ കേൾക്കാം. കഥയുടെ പേര് വാലില്ലാ കുറുക്കൻ. ഒരു കുറുക്കൻ ഇര തേടി നടക്കുമ്പോൾ അവൻ്റെ വാൽ എങ്ങനെയോ ഒരു കെണിയിൽ കുടുങ്ങി. കഷ്ടം, രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. അവൻ കിടന്ന് പിടഞ്ഞു, തിരിഞ്ഞു മറിഞ്ഞു, ഒരു രക്ഷയുമില്ല. അവസാനം ഊക്കോടെ ഒരു ചാട്ടം. ഹാവൂ, രക്ഷപ്പെട്ടു. പക്ഷേ വാല് മുറിഞ്ഞുപോയി. മറ്റു കുറുക്കന്മാരുടെ വാൽ നോക്കി നമ്മുടെ വാലില്ലാ കുറുക്കൻ അസൂയപ്പെട്ടു. തൻ്റെ മാനം കാക്കാൻ മറ്റു കുറുക്കന്മാരുടെ വാലുകൾ കൂടി നഷ്ടപ്പെടുത്തിയേ മതിയാവൂ എന്നവൻ തീരുമാനിച്ചു. ഒരു ദിവസം വാലില്ലാ കുറുക്കൻ കാട്ടിലെ എല്ലാ കുറുക്കന്മാരുടെയും ഒരു യോഗം വിളിച്ചുകൂട്ടി. കുറുക്കന്മാരെല്ലാം എത്തിച്ചേർന്നു. വാലില്ലാ കുറുക്കൻ പിന്തിരിഞ്ഞു നിന്ന് തൻ്റെ അറ്റുപോയ വാലുകാട്ടി കൊടുത്തുകൊണ്ട് പറഞ്ഞു: സുഹൃത്തുക്കളെ, വാലുണ്ടായിരിക്കുക എന്നത് വലിയ ശല്യമാണ്. അതില്ലാതാകുമ്പോഴാണ് വാലുള്ളതുകൊണ്ട് നമുക്കുണ്ടായിരുന്ന പല സൗകര്യങ്ങളും മനസ്സിലാവുക. അതിനാൽ പ്രിയ കൂട്ടുകാരെ, വരൂ, നമുക്ക് വാല് മുറിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. വാലിന്ന് ഒരു പഴഞ്ചൻ ഫാഷനായി മാറിയിരിക്കുകയാണ്. മറ്റു കുറുക്കന്മാർ ഇതു കേട്ട് നിശബ്ദരായി ഇരുന്ന് ചിന്തിച്ചു. അവരിൽ ചിലർ വാലില്ലാ കുറുക്കൻ പറഞ്ഞത് ശരിയാണെന്ന് കരുതി തങ്ങളുടെയും വാൽ മുറിച്ചു കളയണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ വൃദ്ധനായ ഒരു കുറുക്കൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു: താങ്കൾ വാല് മുറിച്ചു കളഞ്ഞത് താങ്കൾക്ക് കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സൗകര്യത്തിനു വേണ്ടിയായിരുന്നില്ലേ? അങ്ങനെ ഒരാപത്തിൽ ചെന്നുപെടുമ്പോൾ ഞങ്ങളും വാല് മുറിച്ചു കളഞ്ഞ് രക്ഷ നേടിക്കൊള്ളാം. ഇപ്പോൾ ഞങ്ങൾ വാലോടുകൂടി നടക്കുന്നതിൽ തീർത്തും സന്തോഷിക്കുന്നു. വാലുകൊണ്ടുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ സഹിച്ചുകൊള്ളാം. വൃദ്ധനായ ആ കുറുക്കൻ്റെ അഭിപ്രായം മറ്റുള്ളവരും ശരിവച്ചു. വാലില്ലാ കുറുക്കൻ എളിഭ്യനായി മടങ്ങി. ഈ കഥയുടെ ഗുണപാഠം: ഉപദേശങ്ങളെ വിവേകത്തോടെ സ്വീകരിക്കണം. ചിലരുടെ ഉപദേശങ്ങൾ പലപ്പോഴും നമ്മെ അബദ്ധത്തിൽ ചാടിക്കും.